ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്, എത്രത്തോളം ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങൾ പ്രണയിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ് ആണ്, ടൈംലെസ്സുമാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക. ഓൾറൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത്, എത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താകും. ഓക്കെ, സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്. ഓക്കെ, ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അവരുടെ സാഹചര്യത്തിനാലേ അവർക്ക് ഒരു ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങൾ, എതിർപ്പുകളൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലോസമിങ് അബൻഡൻസ് ആണ്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ രണ്ട് കാർഡ്സും നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വ്യക്തിയുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിലാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സാമീപ്യം അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അവർക്ക് മറ്റൊരു സാഹചര്യത്തോടും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളില്ലാതെ ഉള്ള ജീവിതം അവർക്ക് അത്യധികം കഠിനകരമാണ്, പ്രയാസകരമാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് അവരുടെ ജീവിതത്തിലൊരു അബൻഡൻസ് ഉണ്ടായിരുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്നൊരു മൊമെൻറ്റ് കൂടിയാണിത്. അതുപോലെ തന്നെ അവർ പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തി, ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തി നിങ്ങളാണ്. സോ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. നിങ്ങളിങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങളെ അത്രയും തീവ്രമായിട്ട് ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത്. ആൻഡ് യെസ്, അവർക്കറിയാം അവർക്ക് ഒരുപാട് ചോയ്സസ് അവരുടെ മുന്നിലുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കഠിനകരമായിട്ടുള്ളൊരു പാത അവരുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ അത്രയും ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴികളോ അവർക്ക് മുന്നിലുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്താനുള്ള ആ വഴി അത്രയും കഠിനകരമായിട്ടുള്ളൊരു പാതയാണെങ്കിൽ കൂടിയും അവർ ആ ഒരു പാത ചൂസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങളുമായിട്ടൊരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം തുടരാനായിട്ട് അവരത്രയും സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ ഹൃദയം തുറന്നവർ പറയാണ്, അവർക്ക് എന്ത് തന്നെ സ്ട്രഗിൾസ് ഉണ്ടായാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറെക്കുറെ അവർ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരുപാട് ഏഞ്ചലിക് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഡിവൈൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പാണ്. സോ അത്രയും കോൺഫിഡൻറ്റോടു കൂടി തന്നെ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ്, ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നാളും സ്റ്റക്കായിട്ടിരുന്നൊരു സിറ്റുവേഷനിൽ പെട്ടെന്നൊരു റീസ്റ്റാർട്ട് പോലെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്,
തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുണ്ടാവണം. ഒരു മിറാക്കിൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ പോലും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, അവർക്ക് ഇപ്പോഴുള്ള ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത്. അവർ ആ സാഹചര്യങ്ങളോട് പൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കോംപ്രമൈസിന് ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് ഉണ്ട്. ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങളെയും ഈ പേഴ്സണെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഊർജം ഉണ്ടാകാനായിട്ട് ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. അനുകൂലമായിട്ടുള്ള എനർജീസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ പൂർണ്ണമായും മാറും. നെഗറ്റീവ് എനർജീസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എല്ലാം തന്നെ എൻഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. എസ്പെഷ്യലി ഓൺ ദിസ് ഈ ലവ് റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടാക്കുന്നൊരു സമയം കൂടിയാണിത്. ആൻഡ് യെസ്, ഒരു ഹാർട്ട് ബ്രേക്കൊക്കെ ഏകദേശം എൻഡ് ആവുന്ന സമയം, അതായത് ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കായാലും നിങ്ങളുടെ പേഴ്സണായാലും ഇതുവരെയും സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് തന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കും എന്ന് നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും യെസ്, അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലൊരു തീരുമാനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ അതിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാണുന്നത്. മാൻ ഹോൾഡിങ് എ കോയിൻ. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ അതിപ്പോൾ സോൾഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അവർ ഫിനാൻഷ്യലി കുറച്ചധികം പോസിറ്റീവ് എനർജിയിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അവർ പറയുകയാണ് എന്തൊക്കെയാണ് നമുക്കിടയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് അവർ നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് അവർ കാണുന്നത് ഈ പ്രണയത്തെയാണ്, നിങ്ങളെയാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമയോടുകൂടി വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. ആൻഡ് ഫൈനലി അവർ എല്ലാ കാര്യത്തിനും അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ തീർച്ചയായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള എനർജീസ് അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ് അവർ. അത് എന്തായാലും ഇപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഒരുപാട് എതിർപ്പുകളുണ്ട് റിലേഷൻഷിപ്പിൽ. എങ്കിൽ പോലും അവർ അതൊന്നും തന്നെ ബോധർ ചെയ്യുന്നില്ല. അവരതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് സൈൻസ് യൂണിവേഴ്സ് തന്നെ തരുന്നുണ്ടാവാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഓർക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവാം. സ്വപ്നങ്ങളിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം. നിങ്ങൾ ചിന്തിക്കുന്ന മാത്രയിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് കോൾ അല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡീപ്പ് സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമുക്കിവിടെ ഈ റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്ന അറിവുകൾ. അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുകയാണ്, എന്തൊക്കെ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ തന്നെ ബാധിച്ചാലും നിങ്ങൾ അതിലൊന്നും തളർന്നു പോകാതിരിക്കുക. നമ്മൾ എവിടെയാണോ സ്റ്റക്കായി പോകുന്നത് അവിടെ നമ്മുടെ ലൈഫും സ്റ്റക്കായി പോകുന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിന്തകളെ പോസിറ്റീവ് ആക്കുക. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ തന്നെ ആകെ വന്നു ചേരുകയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത്
ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എപ്പോഴും ചെയ്യാനുള്ളത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേടിയെടുത്തു, ആ നേടിയെടുത്തതിന് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഈവൻ നമ്മുടെ ലൈഫിൽ അത്തരം കാര്യങ്ങളില്ല എങ്കിൽ പോലും സാങ്കല്പികമായിട്ട് നിങ്ങൾ പറയുക, ഈ കാര്യം എനിക്ക് ലഭിച്ചു, ഈ കാര്യം എൻ്റെ ലൈഫിൽ ലഭിച്ചു, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ തിരിച്ചു വന്നു. അത്രയും സന്തോഷമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ വിത്തിൻ ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ ആ കാര്യം പോസിബിൾ ആകും. ഒരുപാട് തരത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവാം. പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, ഇതിൻ്റെ എല്ലാം ഫലം പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എല്ലായ്പ്പോഴും പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായാലും നിങ്ങളെ ഒരുപാട് പാസ്റ്റിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും നിങ്ങൾ അതിനെല്ലാം അവഗണിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ലൈഫിൽ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ടാവും നിങ്ങളെ വേദനിപ്പിച്ചതും, നിങ്ങളെ വീണ്ടും വീണ്ടും അത് ഓർത്തെടുത്ത് നിങ്ങൾ വേദനിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ. പക്ഷെ അത്തരം കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് ആ ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക. ഓർക്കണ്ട, അതെല്ലാം പോയി കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മളിപ്പോൾ ഈ പ്രസൻറ്റ് ടൈമിലുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിക്കുക. ഇനി വരുന്നതും ഇനിയിപ്പോൾ സംഭവിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങളാണെന്ന് മാത്രം നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.